بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ വചനം മാലികി യൗമിദ്ദീൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണെന്നും രാജാവാണെന്നും, യൗമുദ്ദീൻ പ്രതിഫലം കൃത്യമായി നൽകപ്പെടുന്ന നാള്, മരണാനന്തര ജീവിതം, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നാഥൻ അവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ആ പ്രതിഫല നാളിൻ്റെ കൃത്യമായി പ്രതിഫലം നൽകുന്ന മരണാനന്തര ജീവിതത്തിൻ്റെ നായകൻ അവനാണ്. അവനല്ലാതെ മറ്റൊരാൾക്കും അവിടെ യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഭൂമിയിലെ അധികാരത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. പക്ഷേ യൗമുദ്ദീനിൽ അത്തരം യാതൊന്നുമില്ല. അവൻ കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന മലക്കുകൾ, അവൻ നിശ്ചയിച്ച പ്രവാചകന്മാർക്കുള്ള ശുപാർശ, ഇതെല്ലാം അവൻ്റെ നിശ്ചയപ്രകാരമാണ്, അവൻ്റെ കൃത്യമായ അനുശാസന പ്രകാരമാണ്. അവനാണ് അവിടുത്തെ മാലിക്, അവനാണ് അവിടുത്തെ മലിക്. ഇവിടെ യൗമുദ്ദീനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലത്തിൻ്റെ കാര്യത്തിൽ, സമയത്തിൻ്റെ കാര്യത്തിൽ ഉള്ള ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രം. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഉടമസ്ഥാവകാശം, സമയത്തിൻ്റെ കാര്യത്തിലുള്ള ഉടമസ്ഥാവകാശം നമുക്ക് മനുഷ്യർക്ക് ഒരു രൂപത്തിലും ഉടമപ്പെടുത്താൻ കഴിയാത്തതാണ് സമയം. അതെത്ര വലിയ രാജാവാണെങ്കിലും രാജാതിരാജനാണെങ്കിലും അയാൾക്ക് അയാളുടെ സാമ്രാജ്യത്വത്തിൽ സമയത്തിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജാവിനോട് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്ത രാജാവിനോട്, നീ കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരികയും, ഇത് ഒരു പ്രകൃതിയിലെ സമയക്രമം അനുസരിച്ച് സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ്. ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മാത്രം ബാധകമാണ്. ഇവിടെ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ പൂർണ്ണമായ നാഥൻ. ഇവിടെ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധേയമാണ്. റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്നു. റഹ്മാനാണവൻ, റഹീമുമാണവൻ. അവൻ്റെ അസ്തിത്വത്തിൻ്റെ സവിശേഷതയാണ് കാരുണ്യം. അവൻ കാരുണ്യത്തെ പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരുണ്യത്തെ നിർഗളിച്ചു കൊണ്ടിരിക്കുന്നു അവനിൽ നിന്ന്. അവൻ കാരുണ്യത്തോടു കൂടിയാണ് അവൻ്റെ സൃഷ്ടികളിലേക്ക് മുഴുവനും, അവൻ്റെ ദാസന്മാരിലേക്ക് മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാരുണ്യത്തെ തെറ്റിദ്ധരിച്ചുകൂടാ. അവൻ്റെ റഹീം എന്ന കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അവൻ ആദിലാണ് എന്നത്, അവൻ നീതിമാനാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വെച്ച് അവൻ എല്ലാവർക്കും പൂർണ്ണമായി കാരുണ്യം നൽകിയപ്പോൾ ആ കാരുണ്യത്തെ പൂർണ്ണമായ പ്രകാശനത്തിന് വേണ്ടി അവൻ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മനുഷ്യർക്ക് മാർഗദർശനം നൽകിയപ്പോൾ ആ മാർഗദർശനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർക്ക് പിന്നീട് കാരുണ്യമില്ല, അവൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശമില്ല. പിന്നീട് അവൻ്റെ നീതിയാണ് അവിടെ നടപ്പാവുക. മരണാനന്തര ജീവിതം എന്നത് നീതിയുടെ നാളാണ്. മാലിക് യൗമുദ്ദീൻ എന്നാണ് പറഞ്ഞത്. കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞ്, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ്, അവൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മനുഷ്യരോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ്, പക്ഷേ അതിനുശേഷം നേരെ പറയുന്നത് പിന്നീട് ശിക്ഷയെക്കുറിച്ചല്ല, മറിച്ച് അവൻ്റെ നീതിയെക്കുറിച്ചാണ്. ഇത് വളരെ ശ്രദ്ധേയമാണ്. മരണാനന്തര ജീവിതത്തിൽ നീതിയാണ് നടക്കുക. അതുകൊണ്ടാണ് അവിടെ വിചാരണയുള്ളത്. വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരുടെ കണക്കുകളാണോ കൃത്യമായി നോക്കപ്പെടുന്നത്, ആരുടെ കണക്കുകളാണോ കൃത്യമായി നോക്കപ്പെടുന്നത്, അവൻ നശിച്ചത് തന്നെ എന്നാണ്. ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പോലും അപ്പോൾ സംശയം പ്രകടിപ്പിച്ചു, അപ്പോൾ വിശ്വാസികൾക്ക് വിചാരണയില്ലേ എന്ന്. അത് കേവലം ഒരു കണക്ക് നോട്ടം മാത്രമാണ്. ആ വിചാരണ എന്നുള്ളത് ഒരു കേവലം ഒരു മറിച്ചു നോട്ടം മാത്രമാണ് അവരുടെ ജീവിതത്തിലേക്ക്. എന്നാൽ കൃത്യമായി ഓരോ കാര്യങ്ങളും എടുത്ത് വിചാരണ ചെയ്യപ്പെടുന്നവൻ അവൻ നശിച്ചത് തന്നെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിചാരണയ്ക്ക് വിധേയമാകാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നിമിത്തമായി സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണം.
വിചാരണക്ക് നിമിത്തമായാൽ അവന്റെ കാര്യം കഷ്ടമാണ്. ആ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വരും വരായികകളും അവനെ ബോധ്യപ്പെടുത്തുകയാണ്. നരകത്തിലേക്ക് പോകുന്ന ഒരാളും അയാൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണത് എന്ന് സ്വയം ബോധ്യപ്പെടാതെ നരകത്തിലേക്ക് പോവില്ല. അതിനാണ് വിചാരണ. വിചാരണയുടെ പ്രസക്തി തന്നെ ഏതാണ്? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം നടക്കുന്ന മരണാനന്തര ജീവിതത്തിൽ പിന്നീട് വിചാരണയുടെ ആവശ്യമില്ല. അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക്, അവനക്ക് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാം. അതേപോലെ തന്നെ അവന്റെ തൃപ്തികരമല്ലാത്ത ജീവിതം നയിച്ച ആളുകൾ നരകത്തിലേക്ക് പറഞ്ഞേക്കാം. പക്ഷേ അവൻ കാരുണ്യവാനാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് അയക്കപ്പെടുന്ന ആളുകൾ അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമാണത് എന്ന് സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട്. അവർ ചെയ്ത കർമ്മങ്ങളുടെ അനുരണനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നരകം അവർക്ക് അർഹമാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ നരകത്തിലേക്ക് നയിക്കപ്പെടുക. അതിനുവേണ്ടിയാണ് വിചാരണ. അതുകൊണ്ടാണ് വിശ്വാസിയുടെ വിചാരണ എന്ന് പറഞ്ഞാൽ വളരെ ലഘുവാണ് എന്ന് പറഞ്ഞത്. അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രമാകുന്നവർ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ജീവിതം നയിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരണ പോലും വളരെ ലഘുവാണ് എന്നർത്ഥം. ആ നീതിയുടെ ദിവസത്തിൽ രക്ഷപ്പെടണം. അവിടെ പൂർണ്ണമായ നീതി നടപ്പാക്കപ്പെടുന്ന ആളാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹു തന്റെ അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരിൽ കൊമ്പുള്ളവരും കൊമ്പില്ലാത്തവരുമായ ജീവികൾ പോലും ഉൾപ്പെടുന്നതാണ്. കൊമ്പുള്ള ജീവികൾ കൊമ്പില്ലാത്ത ജീവികളോട് വല്ല അതിക്രമം ചെയ്തുവെങ്കിൽ ആ അതിക്രമത്തിന് അവിടെ പ്രതിക്രിയയുണ്ടാകും. ആ പ്രതിക്രിയ നടത്തിയതിനു ശേഷം അവർ പൊടിയായിത്തീരുവതാണ്. അങ്ങനെ പൊടിയായിത്തീരുന്ന ജന്തുക്കളുടെ അവസ്ഥയെ കാണുമ്പോഴാണ് കാഫിറുകൾ യാലൈതനി, ഞങ്ങളുടെ നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പൊടിയായിത്തീർന്നെങ്കിൽ, വയഖൂലുൽ കാഫിറൂന യാലൈതനി കുന്തു തുറാബ, ഞങ്ങൾ പൊടിയായിത്തീർന്നെങ്കിൽ എന്ന് സ്വയം ആത്മഗതം പറഞ്ഞു പോകുന്ന സന്ദർഭത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവിടെ ജന്തുക്കൾക്ക് പോലും നീതിയാണ്, അവിടെ എല്ലാവർക്കും നീതി. ആ നീതിയുടെ പൂർണ്ണതയാണ് അവിടെ. നീതിക്ക് വിധേയമാക്കപ്പെടാത്തവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രമാകുന്ന വിശ്വാസികളാണ്, സദ്വൃത്തരാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമാകുന്നവരാണ്. ഇവിടെ ഫാത്തിഹയിൽ ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബിനെയും അള്ളാഹുവിനെയും പരിചയപ്പെടുത്തി. അങ്ങനെ അള്ളാഹു അവൻ റബ്ബാണ് എന്ന് പറഞ്ഞു, അവനാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞു. അവൻ കരുണയുടെ കാര്യത്തിൽ പരമകാരുണികനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞു തന്നു. അതിനുശേഷമാണ് നിന്റെ ചെയ്തികൾക്ക് കൃത്യമായി ഫലം ലഭിക്കും, അതുകൊണ്ട് മനുഷ്യ നീ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രമാകണം, അവന്റെ തൃപ്തിക്ക് പാത്രമാകണം. അതിനാണ് അവൻ കാരുണ്യത്തെ വാരിക്കോരി ചൊരിഞ്ഞു തരുന്ന ഇഹലോക ജീവിതമുള്ളത്. ആ ജീവിതത്തിൽ അവന്റെ കാരുണ്യത്തിന് പാത്രമാകുന്ന ആളുകൾക്ക്, അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്കുള്ള സ്വർഗ്ഗലോകം ലഭിക്കും. അവന്റെ കാരുണ്യത്തിന് കീഴിൽ ജീവിക്കുകയും അവന്റെ തൃപ്തിക്ക് പാത്രമാവാതിരിക്കുകയും ചെയ്താൽ യൗമുദ്ദീനിൽ കൃത്യമായി അവന് ഫലം നൽകുക തന്നെ ചെയ്യും. അവന് കൃത്യമായ അവൻ ചെയ്തതിനുള്ള പ്രതിഫലമാണ്. മറ്റേത് കാരുണ്യത്തിന്റെ ഒടുങ്ങാത്ത ഉറവയാണെങ്കിൽ ഇത് ചെയ്തതിനുള്ള പ്രതിഫലം, അതാണ് നരകലോകം. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാലിക് യൗമുദ്ദീൻ എന്ന് നമ്മൾ പറയുമ്പോൾ മജ്ജദനി അബ്ദി എന്ന റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, എൻ്റെ ദാസൻ എന്നെ വമ്പിച്ച മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമെന്ന്. അങ്ങനെ പറയുന്നത് ഈ രൂപത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ ആധിപത്യമെന്നും അവൻ എന്താണ് യൗമുദ്ദീൻ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ യൗമുദ്ദീനിൻ്റെ യഥാർത്ഥത്തിലുള്ള അധിപതി അള്ളാഹുവാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ മാലിക് യൗമുദ്ദീൻ എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു നോക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വരം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മജ്ജദനി അബ്ദി എന്ന് അള്ളാഹു പറയുന്ന നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമാകുന്ന രൂപത്തിൽ ജീവിക്കുവാനും ഇവിടെ വെച്ച് നമ്മളുടെ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാനും ആ തൃപ്തിപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവൻ സമ്മാനമായി നൽകുന്ന സ്വർഗ്ഗലോകത്തിൽ പോകുവാനും നമുക്കെല്ലാം സാധിക്കണം. അതിന് ഈ കർമ്മങ്ങളെല്ലാം നമുക്ക് സഹായകമാകണം. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.